4 ലക്ഷം പേർക്ക് തൊഴിലവസരം ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച മലബാർ ഗ്രൂപ്പിന്റെ തൃശൂർ കുട്ടനല്ലൂരിലെ ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് പദ്ധതി 12 വർഷമായി ചുവപ്പ് നാടക്കുരുക്കിൽ. കൃഷിവകുപ്പിന്റെ എതിർപ്പാണ് തടസ്സമെന്നാണ് ആക്ഷേപം. 2021 സർക്കാർ റദ്ദാക്കിയ ഏകജാലക ക്ലിയറൻസ് ബോർഡ് അനുമതി ഉൾപ്പെടെയുള്ളവ പുനഃസ്ഥാപിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും സർക്കാർ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. തൃശൂർ കുട്ടനല്ലൂരിലെ 21 ഏക്കർ സ്ഥലത്ത് IT പാർക്ക്, ഷോപ്പിംഗ് മാൾ, കൺവെൻഷൻ സെന്റർ എന്നിവ ഉൾപ്പെടുന്ന ടൗൺഷിപ്പിന് 2024 സർക്കാരാണ് അനുമതി നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ പരിസ്ഥിതി അനുമതിയും കിട്ടി. വൈകാതെ സർക്കാർ നിർദ്ദിഷ്ട പ്രദേശത്തെ ഇൻഡസ്ട്രിയൽ ഏരിയയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഒന്നും നടന്നില്ല. 2017 മുതൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തടസ്സവാദങ്ങൾ വന്നു തുടങ്ങി. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സംസ്ഥാന ഏകജാലക ബോർഡ് പലതവണ സിറ്റിംഗ് നടത്തിയെങ്കിലും പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനമായില്ല. പദ്ധതി നടപ്പാക്കാതിരിക്കാൻ വിചിത്രവാദങ്ങളാണ് സർക്കാർ വൃത്തങ്ങൾ നിരത്തിയത്. വിമാനത്താവളങ്ങൾക്ക് സമീപമുള്ള നഗരപ്രദേശങ്ങൾക്ക് മാത്രമേ IT സംരംഭകരെ ആകർഷിക്കാനാവൂ എന്നാണൊന്ന്. ഈ വാദം നിലനിന്നാലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത പദ്ധതിക്ക് അനുമതി ലഭിക്കേണ്ടതാണ്. എന്നാൽ അകാരണമായി പദ്ധതിക്കായി തയ്യാറാക്കിയ ഏകജാലക ക്ലിയറൻസ് ബോർഡ് റദ്ദാക്കി. ഇതിനെതിരെ മലബാർ ഗ്രൂപ്പ് ഹൈക്കോടതിയെ സമീപിക്കുകയും 2021 സർക്കാർ റദ്ദാക്കിയ ഏകജാലക ക്ലിയറൻസ് ബോർഡ് അനുമതി ഉൾപ്പെടെ പുനഃസ്ഥാപിക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ വർഷം ഉത്തരവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനിയും നടപ്പായിട്ടില്ല. കൃഷിവകുപ്പാണ് പദ്ധതിക്ക് വിലങ്ങുതടി. ഒരു കാരണവും പറയാതെ അനുമതി നൽകുന്നത് നീട്ടിക്കൊണ്ടു പോവുകയാണ്. വ്യവസായ രംഗത്ത് വൻ കുതിപ്പ് നടക്കുകയാണെന്ന് സർക്കാരും വ്യവസായ വകുപ്പും ആവർത്തിക്കുമ്പോഴും വലിയൊരു പദ്ധതി ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.